RJDയുടെ നിർണായക നേതൃയോഗം കോഴിക്കോട്ട് ആരംഭിച്ചു. മുന്നണി മാറ്റമാണ് പ്രധാന അജണ്ട. ഇടതുമുന്നണി വിടണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു വിഭാഗം പ്രവർത്തകർ. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ RJDയിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഒരു വിഭാഗവും മുന്നണി വിടണമെന്ന തീരുമാനത്തിലാണോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ യോഗം വളരെ നിർണായകമല്ലേ? ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമാണോ പ്രതീക്ഷിക്കുന്നത്? സ്മൃതി, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാസം 14-ാം തീയതിയും കോഴിക്കോട് ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ UDF-ലേക്ക് പോകണ്ട, ഇടതുപക്ഷത്തിൽ തുടരാം, കോവളം 4-ാം സീറ്റായി ചോദിക്കാമെന്നൊക്കെ തന്നെ ഒരു ധാരണയിലെത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം കോഴിക്കോട്ടെ, പ്രത്യേകിച്ച് നോർത്ത് സൗത്ത് മണ്ഡലത്തിൽ ഉള്ള RJD നേതാക്കൾ വലിയൊരു പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു. അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സീറ്റിൽ RJD മത്സരിച്ചു. പക്ഷേ 5 സീറ്റിലും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതായത് CPM തന്നെ RJD സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന പരാതി RJD നേതൃത്വം CPM-ന് കൈമാറിയിരുന്നു. പക്ഷേ ആ പരാതി പരിഗണിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തില്ല. അതിൽ പരിഭവം പറഞ്ഞ ഘട്ടത്തിൽ CPM ജില്ലാ സെക്രട്ടറി യോഗം വിളിക്കുകയും RJD നേതാക്കളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ യോഗത്തിൽ വെച്ച് നേതാക്കളെ അപമാനിച്ചു എന്നാണ് RJD നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് മുന്നണിക്കുള്ളിൽ നിൽക്കേണ്ട, പുറത്തേക്ക് പോകണമെന്ന നിലപാട് കോഴിക്കോട്ടെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർണായകമായി യോഗം നടക്കുന്നത്. ഒരു വിഭാഗം LDF-ൽ തുടരണമെന്ന് പറയുമ്പോഴും മറ്റൊരു വിഭാഗം UDF-ലേക്ക് പോകണം, അല്ലെങ്കിൽ ഇടതുമുന്നണി വിട്ട് പുറത്തേക്ക് വരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഏതായാലും ഭൂരിപക്ഷം LDF-ൽ തുടരണമെന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും വർഷം നിന്നിട്ട് എന്താണ് LDF-ൽ നിന്ന് കിട്ടിയതെന്ന മറുചോദ്യം ഉയരുന്നുണ്ട്. മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല, ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങളിൽ വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കൂത്തുറമ്പിൽ നിന്നുള്ള KP മോഹൻ ഉൾപ്പെടെയുള്ള നിലവിലെ ഏക MLA ആണ്. അത് ഉൾപ്പെടെ LDF-ൽ തുടരണമെന്ന ആഗ്രഹമാണ് പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്ന് നടന്നു വരുന്ന ഈ RJDയുടെ നേതൃയോഗം, സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന നേതാക്കളും യോഗത്തിൽ എത്തിയിട്ടുണ്ട്. ഈ യോഗം നിർണായകമാണ്. LDF-ൽ തുടരണോ വേണ്ടയോ എന്ന നിർണായകമായ തീരുമാനം ഇന്ന് RJD എടുക്കുകയും ചെയ്യും. സ്മൃതി. ശരി, സിനോജാണ് വിവരങ്ങൾ നൽകിയത്. RJDയുടെ പ്രധാനപ്പെട്ട യോഗം, മുന്നണി മാറ്റം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട യോഗമാണ്.